ഹായ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ആമിക്കുട്ടി ഭയങ്കര തിരക്കിട്ട പരിപാടിയിലാണ് കേട്ടോ. നമ്മളെ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മളുടെ ഉമ്മാൻ്റെ ഫ്രണ്ട് ഉണ്ട് അഞ്ജലി ചേച്ചി, അവരുടെ തിയോക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ക്രിസ്മസിന് നിങ്ങളുടെയൊക്കെ ആക്ടിവിറ്റീസ് എന്താണെന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ആമി ഇവിടെ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. രാവിലെ തന്നെ അഞ്ജലിനെ വിളിച്ചിട്ട് അവൾ അക്കീറേൻ്റെയും തിയോൻ്റെയൊക്കെ ഫോട്ടോ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ തോട്ടായിരുന്നേ. അപ്പോൾ അത് അവിടെ ഇരുന്ന് വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ തിയോൻ്റെ ഒരു കീ ചെയിനും ഉണ്ടാക്കുന്നുണ്ട് ക്രോഷ്യ കൊണ്ടുള്ള. തിയോക്ക് വേണ്ടിയിട്ടാ? തിയോക്കല്ല, അഞ്ജലി ചേച്ചിക്ക്. ഓക്കെ ഓക്കെ. അപ്പോൾ വരച്ചു കഴിഞ്ഞു അല്ലേ? ഇനി പെയിൻറ് ചെയ്യാണ്. യെസ്, വരയ്ക്കല് ഭയങ്കര ഈസിയാണ്. പെയിൻറ് ചെയ്ത് റെഡിയാക്കുന്നത്. തിയോക്ക് കുറേ ഷെയ്ഡ് ഉണ്ട്. തിയോനെ കണ്ടിട്ട് കുറേ നാളായില്ലേ? ആ പിന്നെ ഗൈസ്, ഞാൻ വേറൊരു സാധനം കൂടെ കാണിച്ചു തരാം. ഡ്രോയിങ് ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് ആമിക്ക് ഓർമ്മ വന്നതാണ്. ഞാൻ കുറച്ച് നാളായിട്ട് വിചാരിക്കുകയായിരുന്നു, നമ്മൾ ഈ ഒരു യാണ് വാങ്ങിയിട്ട് ഇതുവരെയായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. തൊപ്പി ഉണ്ടാക്കി അത് കൊളായി വീണ്ടും ഊരി, അതേപോലെ ആമി ഒറ്റയ്ക്ക് തന്നെ ഓൺലൈനിലൊക്കെ നോക്കി പഠിച്ചതാണ് കേട്ടോ. എന്നിട്ട് സ്വന്തം ചെയ്തിട്ടുള്ളതാണ്. ഇതിപ്പോൾ അവളുടെ ടാബ് ഇടാൻ വേണ്ടിയിട്ട് ഒരു ബാഗ് ഉണ്ടാക്കാണ്. നല്ല സ്പേസ് ഉണ്ട്. അപ്പം ഇതിന് ഞാൻ എൻ്റെത് പകുതി തീർന്നു പോയിട്ടുണ്ട്. അപ്പം ഞാൻ ആമസോണിൽ നോക്കിയപ്പോൾ ഇത് ജാനുവരി 1 വരുള്ളൂ. 5 എൻ്റെ സ്കൂൾ തുറക്കുകയും ചെയ്യും. അതിനിടയിൽ എക്സാം ഉണ്ട്, കുറെ പരിപാടികളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ മീഷോയിൽ നോക്കിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ചെയ്തിട്ടുള്ളത് അല്ലേ? ഇതിന്റെ പാറ്റേൺ ഒന്നുമില്ല. 25 ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, ഹാഫ് ഡബിൾ ക്രോഷയാണ് ഇതിന്റെ മെയിൻ. ഇത് എന്താണ്, ഹാഫ് ഡബിൾ ക്രോഷ മൊത്തം ചെയ്തിട്ട് പിന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ ഒന്ന് ജസ്റ്റ് ആക്കിയാൽ സെറ്റോ ബാഗായിട്ട് ഇടാൻ പറ്റും. അപ്പൊ ഇതിന്റെയൊക്കെ നല്ല ചെയ്യണ കംപ്ലീറ്റ് വീഡിയോ നമ്മൾ പിന്നെ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനത്തെ വേറെ കളേഴ്സ് കണ്ടുവച്ചിട്ടുണ്ട്. അത് നമുക്ക് 2 മാസം ലീവിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇന്നിപ്പം ഈ ഒരു പരിപാടി കംപ്ലീറ്റ് ആയിട്ടുള്ള അത് അവിടെ വെച്ചിട്ടുണ്ട്. അതിനിടയിൽ ഡ്രോയിങ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറെ എന്തോ ഒരു തിയോന്റെ വേറൊരു പിക്ചർ വരച്ചു വെച്ചിട്ടുണ്ട് ലാസ്റ്റ് അല്ലേ? അത് വേണേൽ ലാസ്റ്റ് കാണിച്ചു തന്നാൽ മതി. അപ്പോൾ ഇത് ആമി തിയോന്റെ വേറൊരു ഫസ്റ്റിലൊരു ചിത്രം വരച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഇങ്ങനെയുള്ള ഒരു പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഒരു ഹാറ്റൊക്കെ വെച്ച് ക്രിസ്മസ് തീമിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ബാക്കി കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആമി ഏകദേശം ഇതാ ഇങ്ങനെ വരച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ? തിയോയും അക്കീറേനെയും വരച്ചിട്ടുണ്ട്. നേരെ കാണിച്ചു തന്നേടാ. ഓക്കെ, രസമുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് എങ്ങനെ കൊടുക്കും? നമ്മൾ പോവാണെങ്കിൽ നമ്മൾ കൊടുക്കും കാണാൻ അവർ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് മീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ കൊടുക്കും. ഒരു ഗിഫ്റ്റ് അതിന്റെ ഫോട്ടോസ് എടുത്തിട്ട് ആമി അയച്ചു കൊടുക്കുന്നതായിരിക്കും. ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ആമീൻ്റെ ഈ ഒരു ഫോട്ടോസും അല്ലേ? അപ്പം ഇന്നത്തെ ഡ്രോയിങ്ങുകൾ ഇതൊക്കെയായിരുന്നു ചെയ്തിട്ടുള്ളത് അല്ലേ? ഇതുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളും കുഞ്ഞു കുട്ടികളൊക്കെ എന്തൊക്കെയാ ചെയ്യണേ അല്ലേ? കമൻറ്റ് ചെയ്യുക. അതുപോലെ വെക്കേഷൻ നിങ്ങളെ പരിപാടികൾ എന്തൊക്കെയാണ്? താഴെ വെച്ചോ, നേരെ വെച്ചോ. പിന്നെ ആമിക്ക് ഇതൊക്കെ ഇവിടെ കുറേ ആക്ടിവിറ്റി ഒക്കെ ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് ഓരോന്ന് ചെയ്യണം. അതെ, ഇനി അതിന് ഓർഡർ ചെയ്യണം അല്ലേ? ഓർഡർ ചെയ്തിട്ട് വേണം. ഇതിന് 100 തൊട്ടിട്ടാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റിയാണ്. പിന്നെ അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിന്റെ പോലെ തന്നെ ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്. അപ്പം അതുണ്ട് ചെയ്യാൻ വേണ്ടി. അത് ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അല്ലേ? സമയമില്ലാന്നുള്ളതാണ്. അത് ഞാൻ സ്കൂളിൽ പോയപ്പോൾ ലാസ്റ്റ് ഡേ ആയപ്പോൾ മിസ് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണേൽ ചെയ്തു. അപ്പം മൾട്ടി കളർ പേന കൊണ്ട് വെറുതെ ഡ്രോയിങ്. ഇതൊക്കെ എന്താ, ക്യാറ്റോ ഡൂഡിൽ ആർട്ട് വെറുതെ ചെയ്തു. നീ അതുപോലെ ചന്ദ്രന്റെ എന്തോന്ന് വരച്ചതുണ്ടായിരുന്നില്ലേ? ചന്ദ്ര നോക്കട്ടെ. നല്ല തണുപ്പൊക്കെ ആയതുകൊണ്ട് ചന്ദ്രനെ പോലെ ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്യാരക്ടർ അല്ലേ? നീലീനെ വരച്ചിട്ടുണ്ടായിരുന്നു ആമി. എന്റെ സ്ക്രാപ്പ് ബുക്കിൽ ഞാൻ ചെയ്തത്. ഇതിൽ വേറെയും കുറെ സ്ക്രാപ്പ് ബുക്കിൽ ചെയ്തിട്ടുള്ള കുറെ സാധനങ്ങൾ. റൂമി. ഇതിലാണ് ഞാൻ എൻ്റെ കുറച്ച് ജേർണലിംഗ് ഒക്കെ ചെയ്തേക്കുന്നത്. ഇതിൽ നമ്മളെ റൂമി ഉണ്ട്.
റൂമി ക്യാരക്ടർ അല്ലേ? നിങ്ങൾക്ക് വേറൊരു സാധനം കൂടെ കാണിച്ചു തരാം. ഇതെന്റെ ബർത്ത്ഡേക്ക് ടീച്ചർ ആൻറ്റി നമ്മളെ ടീച്ചർ ആൻറ്റി ഗിഫ്റ്റ് ചെയ്താണ് നമ്മളെ നെയ്ബർ. അപ്പൊ അതിലാമ ഇപ്പം ഇങ്ങനെ ഇങ്ങനത്തെ എന്താ പറയാ സ്ക്രാപ്പ് ബുക്ക് ആയിട്ടോ. സ്ക്രാപ്പ് ബുക്ക് ജേർണലിങ് എന്തും പറയാം. കുറച്ച് കഥകളൊക്കെ എഴുതും. പിന്നെ അതേപോലെ ഇങ്ങനെ റൂമി ഇങ്ങനെ ക്യാരക്ടേഴ്സ് ഒക്കെ വരയ്ക്കാറുണ്ട്. പിന്നെ നമ്മളെ ലോക നീലിന്റെ ഒരു ഇത് വരച്ചിട്ടുണ്ട്. ആ ഫിലിം കണ്ട ആ സമയത്ത് തോന്നിയൊരു ഇതായിരുന്നു. പിന്നെ ഇത് നിങ്ങളെ ഫ്രണ്ട്സ്, ഇത് ഇവരുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ക്ലാസ്സിന്ന് ഞാന് ഹെയ്സല്, വേദ, അമല, റെയ്ഹാൻ അവരുടെയൊക്കെ ഫിംഗർ പ്രിന്റും അവരുടെ കുറച്ച് കോട്സ് അതൊക്കെ വെച്ചിട്ട്. പിന്നെ ഇത് വേറൊരു ജേർണലായിട്ട്. ഇത് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കളർ തീമും ഈ ഒരു ഇത് നീ വരച്ചല്ലേ? ഓക്കെ. നിങ്ങൾ വിചാരിക്കും പ്രിന്റ് ചെയ്ത് വരച്ചതാ പെൻസിൽ. ഇതെല്ലാം വരച്ചിട്ട് നീ ഇവിടെ ഒട്ടിച്ചു അല്ലേ? ഇത് ഞാൻ കൊറേ കാലത്തിന് വേണ്ടിട്ട് അങ്ങനെ. അത് നീ ആമ ഇതേപോലെ ഇങ്ങനെ ലീഫുകളൊക്കെ എടുത്തിട്ട് ബുക്കിന്റെ ഉള്ളിൽ വെക്കാറുണ്ട് അല്ലേ? ഓക്കെ. ഇതുപോലെ ഈ ഒരു പെറ്റലൊക്കെ പോലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാറുണ്ട്. എന്നിട്ട് അത് വെച്ചിട്ടാണ് അവള് ഇതേപോലത്തെ ജേർണൽ ചെയ്യാൻ തോന്നുമ്പോൾ ചെയ്യുക. പിന്നെ അല്ലാതെ ഒരു ജേർണൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, അവിടെ ഉണ്ട് ജേർണൽ കിറ്റ് ഉണ്ട്. അതിലത്തത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. ഇതൊക്കെ സ്റ്റോറി എഴുതുന്നതാണ്. ബ്ലൂവറിംഗ് മെമ്മറീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു ഹെഡിങ് പോലെ ഉണ്ടാവില്ല, ഞാൻ ഉണ്ടാക്കിയതാണ്. അതില് കഥ എന്താന്ന് നമുക്കറിയില്ല. ഇത് ഹാലോവീൻ സമയത്ത് ചെയ്തിട്ടുള്ളതാണ്. 31 പ്രേതത്തിന്റെ അല്ലേ പാപ്പു? ഇവിടേക്ക് വരുന്നത് ഒരു കാർട്ടൂൺ കാണാൻ വേണ്ടി വരുന്ന പോലെയാണ്. പിന്നെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ മലയാളം അങ്ങനത്തെ കുറച്ച് മലയാളം എഴുതി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു വെക്കുന്നതാണ്. പിന്നെ ഉള്ളത് എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനമാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുറോമിയാണോ? കുറോമി. കുറച്ച് കഥയും ഇതും. പിന്നെ ഇത് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ്. ഇതേപോലത്തെ കുറേ പേജ് ഉണ്ടാവും. നമുക്കിത് കട്ട് ചെയ്തിട്ട് എന്താ പറയാ ജേർണലും ചെയ്യാം. ഇതും തന്നെ എടുത്തിട്ട് ജേർണലും ചെയ്യാം. ഓക്കെ. അതിൽ ജേർണൽ ചെയ്തത് കാണിച്ചു തരാം. എനിക്ക് ഫേവറേറ്റ് ആണ് ഈ ചെറിയ ബുക്ക്. ഇതിൽ ചെറുതായിട്ടൊരു ജേർണൽ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതാണ് ചെയ്തേക്കുന്നത്. ഒരു ക്രിസ്മസ് വൈബ് കൊണ്ടുവന്നതാണ്. ബിലീവ് ഇൻ മാജിക് ക്രിസ്മസ്. ബിലീവ് ഇൻ മാജിക് ഇതാണ് ക്രിസ്മസ് തീമിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പുറത്തെ പേജിലൊക്കെ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ ആ ജേർണൽ. ഇതാണ് ആ ജേർണൽ കിറ്റ് വരുന്നത്. നമുക്ക് ഇന്ന് ചെയ്താലോ? നമുക്ക് ചെയ്യാം. നീ ഇന്ന് അല്ലാതെ ചെയ്തു വെച്ചാൽ മതി. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞു. അപ്പം നിങ്ങൾ പിന്നെ ഞാൻ ഏതൊരു മാല ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതവിടെ ഓക്കെ. ഞാൻ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ പാപ്പുക്കാണ് ഞാൻ എപ്പോഴും മാല ഉണ്ടാക്കല്. അപ്പം ഇപ്രാവശ്യം ഞാൻ എനിക്കാണ് ഉണ്ടാക്കുന്നത്. പാപ്പുന് എന്താ ഉണ്ടാക്കിയിട്ടുള്ളത്? പാപ്പുന് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന കുറേ മാലകളുണ്ട്. ഇതാണ് ഞാൻ പാപ്പുക്ക് ക്രിസ്മസ് തീമിന് ഉണ്ടാക്കിയത്. എനിക്ക് ഉണ്ടാക്കിയത് ഞാൻ ഇതും. ഇത് പാപ്പുക്കും പറ്റും കേട്ടോ, രണ്ടുപേർക്കും പറ്റുന്നതാണ് ഇത്. അപ്പോൾ 2 മാല ഉണ്ടാക്കിയിട്ടുണ്ട്. 2 അല്ല, കുറച്ചുണ്ട്. 4 മാല. 1 2 അല്ല, ഈ ക്രിസ്മസിന് വേണ്ടിയിട്ട് നീ ഉണ്ടാക്കിയിട്ടുള്ളത് 2 മാല. പിന്നെ നീ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരു ഹെയർ ബാൻഡ് ചെയ്തിട്ടില്ലേ ക്രോഷേന്റെ? ഈ 2 ഹെയർ ബാൻഡാണ് ഞാൻ ഉണ്ടാക്കിയത്. ഫസ്റ്റ് ചെയ്തത് ഇതാണ്. ഒരു വൈറ്റിൽ ചെയ്ത് നോക്കി. ആദ്യം പേൾസ് ഒക്കെ വെച്ചിട്ട് ചെയ്തു. പിന്നെ ക്രിസ്മസ് തീമിൽ ഇങ്ങനെ ജസ്റ്റ് ചെയ്ത. ഇത് കുറച്ച് നാളായിട്ടോ ചെയ്ത് വെച്ചിട്ട് അല്ലേ? നമ്മള് വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ്. അപ്പൊ ഇട്ട് കഴിഞ്ഞ് നല്ല ഭംഗിയുണ്ടായി. റെഡ് ഡ്രസ്സിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. പാപ്പ ഒരു തവണ അത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായി. ഭംഗിയുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഇത് ചെയ്യുന്നതിന്റെ ഒക്കെ വീഡിയോസ് ആമി പിന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ചെറിയ കുഞ്ഞു വീഡിയോ അല്ലേ? അപ്പം പുതിയ ക്രോഷേ ഐറ്റംസും പിന്നെ അതുപോലെ എല്ലാ അടിപൊളി കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.